പാലക്കാട് നീലപ്പെട്ടി വിവാദമാണെങ്കിൽ ഇവിടെ ഒരു പാതിരാപ്പെട്ടിയുടെ കഥയുമായാണ് UDF നിലമ്പൂരിൽ വീണ്ടും വോട്ട് തേടി എത്തുന്നത്. പാതിര നാടകം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ഒരു പാതിരാപ്പെട്ടിയുടെ കഥയാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും ഒക്കെയാണ് കാറിലെ യാത്രക്കാർ. അവര് രാത്രി തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസുകാർ തന്നെയാണ്. അവര് വാഹനം കൈകാണിച്ച് നിർത്തുന്നു. കാറിലുള്ളവരോട് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാറ് പരിശോധിക്കണം എന്ന് പറയുന്നു. ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഷാഫി പറമ്പിൽ സന്തോഷത്തോടു കൂടി ഡിക്കി തുറന്നു കൊടുക്കുന്നു. പെട്ടി പുറത്തു വയ്ക്കാൻ പറയുന്നു. പെട്ടിയെടുത്ത് പുറത്തു വയ്ക്കുന്നു. ഇനി നിങ്ങൾക്ക് പൊയ്ക്കൊള്ളാം എന്ന് പോലീസ് പച്ചക്കൊടി കാണിക്കുന്നു. ഷാഫി പറമ്പിൽ ഉടനെ പറയുന്നു, ഇത് മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കണം, ഇത് വിവാദമാക്കാനുള്ളതാണ്, ഇത് നിങ്ങൾ ചിത്രീകരിച്ച ശേഷം നിങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറയുകയും വേണം എന്ന് ഷാഫി പറമ്പിൽ ശഠിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനിടയിൽ വന്ന് തട്ടിക്കയറുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിക്കാതെ തന്നെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടു കാണും. അയാൾ തട്ടിക്കയറുന്നത് എന്താണ്? ഞങ്ങൾ ആരും പൊട്ടി മുളച്ച് വന്നവരല്ല, ഇതിനൊക്കെ ഈ സർവീസിനൊക്കെയുള്ള പ്രതിഫലം ഞങ്ങൾ തരുന്നുണ്ട്, ഇതിനൊക്കെയുള്ള റിവാർഡ് ഞങ്ങൾ തരും, ഇതൊക്കെ ഞങ്ങൾ ഓർത്തു വെക്കും എന്നൊക്കെയുള്ള വീമ്പിളക്കൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന്. പിന്നെന്താണ്, പൊട്ടിമുളച്ച് വന്നതല്ല, പെട്ടിയും തൂക്കി വന്നതല്ല ഞങ്ങളെന്ന് ഷാഫി പറമ്പിലും പറയുന്നുണ്ട്. PK ഫിറോസ് പറയുന്നു, ഇത് ഒരു നാടകമായി പോയി, ഇങ്ങനെയൊന്നും പോലീസ് പെരുമാറാൻ പാടില്ല, UDF നേതാക്കളെ വളഞ്ഞിട്ട് പോലീസ് ആക്രമിക്കുകയാണ്. ഇതാണ് സംഭവത്തിന്റെ പശ്ചാത്തലം. ഇത് എങ്ങനെ നടന്നു എന്നുള്ളതാണ്. ഇത് UDF നേരെ LDFന്റെ തലയിൽ വെക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലാണ് ആഭ്യന്തര വകുപ്പുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് പോലീസുകാരെ കൊണ്ട് കോൺഗ്രസുകാരെ നാണം കെടുത്താൻ ശ്രമിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, എല്ലാ സ്ഥലങ്ങളിലും എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ വാഹന പരിശോധന ഉണ്ടാകും. അതിന് ഏത് ആളാണ് പോകുന്നതെങ്കിലും വാഹനം പരിശോധിക്കും. അതിനകത്ത് അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മലപ്പുറമാകുമ്പോൾ കുഴൽപ്പണത്തിന്റെയും ഹവാല പണത്തിന്റെയും ഒക്കെ ഇടപാട് നടക്കുന്ന സ്ഥലമാണ്. പാലക്കാട് പോലെ അല്ലതാനും. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടി ജാഗ്രത പാലിച്ചിട്ടുണ്ടാകാം. ഇതായിരിക്കും അതിന്റെ സത്യാവസ്ഥ. പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ നാടകമാക്കി മാറ്റാൻ കോൺഗ്രസിന് അധികം താമസമൊന്നും വേണ്ടി വന്നില്ല. ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി പന്നിക്കണിക്ക് വച്ച ലൈൻ കമ്പി, ഇലക്ട്രിക് ലൈനിൽ ഷോക്കേറ്റ് മരിച്ചപ്പോൾ നിലമ്പൂരിൽ നടന്നത് മലപ്പുറത്ത് പ്രകടനമായി മാറിയ കാര്യമൊക്കെ നമുക്കറിയാം. അതൊരു ആസൂത്രിത നാടകമായിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെയുള്ള അന്വേഷണം വരികയാണ്. അങ്ങനെ അതിനെ കോലാഹലം ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസുകാർ അറസ്റ്റിലായത് കോൺഗ്രസുകാരനാണ് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആ പ്രക്ഷോഭം അവസാനിപ്പിച്ചു. അതൊരു നാണം കെട്ട പ്രക്ഷോഭമാണ്, ജനങ്ങൾ നമുക്ക് എതിരാകുമെന്ന് തിരിച്ചറിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ അടുത്ത് വരികയാണ് ആ പെട്ടി വിവാദം. ഇവർ പറയുന്നത് പാലക്കാട് ഒരു നീലപ്പെട്ടി വിവാദം, അവിടെ വനിതാ നേതാക്കളുടെ മുറിയിൽ വരെ പോലീസ് പരിശോധന നടത്തി. ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ്, ഞങ്ങൾ ജനപ്രതിനിധികളാണ് എന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങളുടെ വാഹനം പരിശോധിച്ചു, അത് മനഃപൂർവ്വം ഇടതുമുന്നണി ചെയ്തു വെച്ചതാണ് എന്നാണ്. എൻ്റെ ഒരു ന്യായമായ സംശയം, ഇത് ഇവർ തന്നെ ആസൂത്രണം ചെയ്തതാണോ? ഇവർക്കും കൈപ്പിടിയും പിടിപാടുമുള്ളതാണല്ലോ. ഞങ്ങൾ പോകുമ്പോൾ നിങ്ങളൊന്ന് വാഹനം കൈ കാണിക്കണം, ഒരു ഷോ കാണിക്കാനാണ് എന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. കാരണം ഇവർ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യും. കാരണം ഇവരുടെ തലതൊട്ടപ്പനും ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നത് VD സതീശനാണ്. 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വേലയും കാണിക്കാൻ, എന്ത് തറപ്പണിയും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത നേതാവിന്റെ ശിങ്കിടികളാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തലയുമുണ്ടിട്ട് രാഖി രാമായണം PV അൻവറിനെ കാണാൻ പോയ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും UDFനെ നാണം കെടുത്തുന്ന ഒരു പെട്ടി വിവാദത്തിൽ കൂടി ചെന്ന് ചാടിയിരിക്കുകയാണ്. പോലീസ് പരിശോധിച്ചു, പരിശോധന കഴിഞ്ഞു പോയി. അല്ലാതെ അതിനകത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായ നടപടിയാണ് പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നത്. അല്ലാതെ തടഞ്ഞു നിർത്തി കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ BJPക്കാരനാണോ എന്നൊന്നും പറഞ്ഞല്ല വാഹനം പരിശോധിക്കുന്നത്. പലരുടെയും വാഹനം പരിശോധിക്കും. അത് നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അതൊന്നും ആരും വാർത്തയാക്കാനും പോകുന്നില്ല. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്ത് ഇങ്ങനെ പബ്ലിസിറ്റിക്ക് മുതിരാറുമില്ല. അതൊക്കെ ഒരു ചീപ്പ് ഏർപ്പാടാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. BJPക്കാർക്ക് വരെ അറിയാം. സാധാരണ BJPക്കാരൊക്കെ ചിലപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് പോലും അറിയാം ഇങ്ങനെ കൊടുക്കുന്ന പബ്ലിസിറ്റിയൊക്കെ ചീപ്പാണ്, കേരളത്തിൽ വിലപ്പോവില്ലെന്ന്.
ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഈ ചീപ്പ് പബ്ലിസിറ്റിയുടെ ആളുകളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഈ പാതിര നാടകത്തിലൂടെ. ഈ പാതിര നാടകവും നിലമ്പൂരിൽ 8 നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസൂത്രിതമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ താഴെ കുറെ ആളുകൾ കോൺഗ്രസ്സുകാർ കൊണ്ട് കമന്റ് ഇടും, എന്നെ തെറി വിളിക്കും എന്നൊക്കെ എനിക്ക് നന്നായി അറിയാം. പക്ഷേ ന്യായമായും സംശയിക്കണം. വി.ഡി. സതീശനാണ് ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കള്ളത്തരവും എന്ത് സംഭവം കാണിച്ചിട്ടായാലും വോട്ട് നേടണം, അവിടെ ഇടതു മുന്നണിയെ തറപറ്റിക്കണം എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് എന്ത് വളഞ്ഞ വഴിയും അവർ സ്വീകരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ അവർ ആസൂത്രണം ചെയ്തുവെന്ന് നമുക്ക് തെളിവൊന്നുമില്ല. അത് പോലീസുകാരുടെ റുട്ടീൻ ചെക്കിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് വാഹന പരിശോധനയും അത്തരത്തിലുള്ള സുരക്ഷാ പരിശോധനയും ഒക്കെ നടക്കുന്നത്. അവിടെ പിണറായി വിജയനോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ അവിടെ പോയി ഇടപെടാനൊന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവിടെ അന്തിമമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ പോയി നിങ്ങൾ അവരുടെ വാഹനം പരിശോധിക്കണമെന്ന് പറയാനുള്ള ആർജവമൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധികേടൊന്നും ഇടതുമുന്നണി കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാനും വയ്യ. അതിനെ അങ്ങനെ പോലീസിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പോലീസ് നടത്തിയ റുട്ടീൻ പരിശോധനയെ തെരഞ്ഞെടുപ്പിന് ആയുധമാക്കി മാറ്റാനുള്ള വിടുബുദ്ധി പറഞ്ഞു കൊടുത്തത് വി.ഡി. സതീശനായിരിക്കും. അതിൽ ചെന്ന് ചാടിക്കൊടുത്തത് ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് ചാടിക്കൊടുത്തത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പി.കെ. ഫിറോസും ഒക്കെയാണ്. പി.കെ. ഫിറോസിന് കുറച്ചുകൂടി ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അധികം കമന്റും ജാടയൊന്നും കാണിക്കാതെ മാറി നിന്നത്. ഇതെന്തിനാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങനെയല്ല, യുവ തുർക്കികളെ പോലെ തിളച്ച് മറിഞ്ഞങ്ങനെ നിൽക്കുകയാണ്. കാരണം വി.ഡി. സതീശന്റെ ഇതാണല്ലോ, എന്ത് കിട്ടിയാലും അത് 10 വോട്ടാക്കി മാറ്റണം എന്നുള്ള നിർദ്ദേശം തലയിൽ ചുമന്ന് നടക്കുകയാണ്. അതുകൊണ്ട് എന്ത് വീണ് കിട്ടിയതെല്ലാം ഞങ്ങൾക്ക് വോട്ടിനുള്ള അവസരമാണ്, വോട്ട് ലഭിക്കാനുള്ള അവസരമാണെന്ന് കണ്ടാണ് ഈ നാണം കെട്ട പാതിരാ നാടകം കളിച്ചത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അതിനകത്ത് ഒരു തർക്കവുമില്ല. ആ നാടകവും നിലമ്പൂരിൽ 8 നിലയിൽ പൊട്ടി എന്ന പരിതാപകരമായ സത്യവും കൂടി UDF അല്ലെങ്കിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പൊറാട്ട് നാടകങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നിങ്ങൾ കളിക്കാതിരിക്കണം.